യേശുവ ജീസസ് അവിടേക്ക് വരികയാണ്. Jesus comes into Jericho as another Joshua. അതെ, പഴയ നിയമത്തിലെ യോശുവ ഇവിടെ ഇതാ പുതിയ നിയമത്തിൽ യഹോവ രക്ഷിക്കുന്നു എന്ന യേശു വരികയാണ്. These were not walls of brick and mortar that he would face. അതെ, യേശു കർത്താവ് കുമ്മായം കൊണ്ടും പാറ കൊണ്ടും ഉണ്ടാക്കിയ മതിലിനെ അഭിമുഖീകരിക്കുവാനല്ല വന്നത്. When Jesus came into Jericho, this time there were spiritual walls that needed to be brought down. യേശു കർത്താവ് യെരിഹോവിലെത്തുമ്പോൾ ആത്മീയ യുദ്ധക്കോട്ടകളാണ് അവന്റെ മുൻപിൽ ഉയർന്നു നിന്നത്. There were barriers to blessings. ദൈവിക അനുഗ്രഹത്തിന് തടസ്സമായി ജനത്തിന്റെ നടുവിൽ ഉയർന്നു നിൽക്കുന്ന മതിലുകൾ. People needed a move of God, but there were walls that had been erected. അവരുടെ മുൻപിൽ ഉയർത്തി നിർത്തിയിരിക്കുന്ന വേർപാടുകളുടെ മതിലുകളെ തകർത്തെറിയുവാൻ ഒരു ദൈവിക സന്ദർശനം അവർ ആഗ്രഹിച്ചു. Jesus came into that city in order to remove the barriers to the blessings. ദൈവിക അനുഗ്രഹം പ്രാപിക്കുന്നതിന് തടസ്സമായി ജനത്തിന്റെ മുൻപിൽ ഉയർന്നു നിൽക്കുന്ന വേർപാടിന്റെ മതിലുകൾ തകർത്തെറിയുവാൻ യേശു പ്രത്യക്ഷനായി. What you will find in this text tonight, ഇന്ന് രാത്രി നാം വായിച്ച വേദഭാഗത്ത് കാണുന്നത്, you will find a man who has a problem. ഒരു പ്രശ്നവുമായി നിൽക്കുന്ന മനുഷ്യൻ അവിടെയുണ്ട്. You will find barriers to that man's blessing. ആ മനുഷ്യന്റെ അനുഗ്രഹത്തിന് തടസ്സമായി അവന്റെ നടുവിൽ നിൽക്കുന്ന മതിലുകൾ നിങ്ങൾക്ക് കാണാം. And yet this Jesus, this Yeshua, this Joshua comes into Jericho and brings down those walls. ആ ബർത്തിമായുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിന്ന ബാരിയേഴ്സ് തകർത്തെറിയുവാൻ പുതിയ നിയമത്തിലെ യേശു ഇതാ വരികയാണ്. I have come to announce tonight that Jesus tears down walls. ഇന്ന് രാത്രി ഞാൻ ഇവിടെ വന്നത് ഒരു കാര്യം ഉറക്കെ പറയുവാനാണ്. നിങ്ങൾക്കെതിരെ ശത്രു ഉയർത്തി നിർത്തിയിരിക്കുന്ന മതിലുകൾ തകർത്ത് നിങ്ങളെ അനുഗ്രഹിപ്പാൻ യേശു വന്നിരിക്കുന്നു. Whatever has been the barrier, whatever has been the issue, whatever has been the hindrance, he can move it away. നിനക്കും ദൈവത്തിനും നടുവിലുള്ള ഏത് മതിലും തകർക്കുവാൻ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹത്തിനെതിരെ നിൽക്കുന്ന ബാരിയേഴ്സ് തകർക്കുവാൻ എൻ്റെ യേശുവിന് ഈ രാത്രി കഴിയും. We all have a Jericho. നമുക്കെല്ലാവർക്കും എതിരെ ഒരു യെരിഹോ മതിലുണ്ട്. A place in our lives where we're hindered. അതെ, നമുക്ക് ദൈവിക അനുഗ്രഹം പ്രാപിക്കുന്നതിനെതിരായി തടസ്സങ്ങളുണ്ട്. Where we feel the press to get through, but it does not seem like we're able. ഈ തടസ്സങ്ങളെ മാറ്റി മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ നമ്മെ പ്രസ് ചെയ്യുന്ന അനുഭവങ്ങൾ. Jesus comes in with his disciples as a processional into the city. ഇവിടെ ഇതാ യേശു യെരിഹോവിലേക്ക് വരുമ്പോൾ പുരുഷാരവും ശിഷ്യഗണവും ഒരു വലിയ പ്രൊസഷൻ ആയിട്ട് വരികയാണ്. The Bible says that he has come into Jericho and now he is on his way out. അതെ, യേശു യഥാർത്ഥത്തിൽ യെരിഹോവിൽ വന്നിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന നിമിഷമാണിത്. This is no small thing because this will be his last time in Jericho before Calvary. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കൂ, യേശുവിന്റെ ഐഹിക ശുശ്രൂഷയിൽ അന്തിമമായി യെരിഹോവിൽ കർത്താവ് വന്ന സമയമാണിത്. He has been in Jericho, now he is about to leave. അതെ, അവൻ അവസാനമായി യെരിഹോവിൽ വന്നു. യെരിഹോവ് വിട്ടുപോകുവാൻ പോകുകയാണ്. For one man that sat by the curbside begging. എന്നാൽ ആ യെരിഹോവിന്റെ വഴിത്തലക്കൽ കുരുടനായിട്ടുള്ള ഒരു മനുഷ്യൻ യാചകനായി ഭിക്ഷയാചിക്കുകയാണ്. This will be his last chance to meet the Christ. ഹല്ലേലൂയ. ബർത്തിമായെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ സന്ധിക്കാനുള്ള അവസാനത്തെ ചാൻസ് ആണ് ഈ ചാൻസ്. If this blind beggar named Bartimaeus is to get past the barriers, he must do it
today. അവൻ തടസ്സങ്ങളെ മാറ്റി തന്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ ബർത്തിമായിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവസാനത്തെ ചാൻസ് അവന് വന്നിരിക്കുകയാണ്. Jesus is on his way out of the city. This is a last chance. ആമേൻ. യെരിഹോവിലെത്തിയ യേശു യെരിഹോ പട്ടണം വിട്ടുപോകുകയാണ്. ഇനി മേലാൽ അവൻ അവിടേക്ക് ഐകിയ ശുശ്രൂഷയിൽ വരികയില്ല. Jesus stops in Jericho for one man. യേശു യെരിഹോവിൽ ആ യാത്രയിൽ നിന്നത് ഒരു മനുഷ്യന് വേണ്ടി. There is a term that the Latins have. Latins. Carpe diem. Carpe diem. എന്ന് പറയുന്ന ഒരു ഫ്രേസ് ഉണ്ട്. It literally means to seize the day. അതെ, നമുക്ക് ലഭിക്കാവുന്ന അവസരം പിടിച്ചു നിർത്തുക. Bartimaeus, the blind man of the text, കുരുടനായ ഈ ബർത്തിമായി is being called on to seize the day. അവന്റെ ആ അനുഗ്രഹത്തെ അവൻ പിടിച്ചു നിർത്തുകയാണ്. There are some opportunities that are an opportunity of a lifetime. ആമേൻ. ജീവിതത്തിൽ ഒരിക്കലായി ലഭിക്കുന്ന ചില പ്രത്യേക അവസരങ്ങളുണ്ട് എന്ന് മറക്കരുത്. There are some who have one chance and a last chance. ജീവിതത്തിൽ അതേ അവസാനമായും ഏകമായി ലഭിക്കുന്ന ഒറ്റ അവസരം. Bartimaeus refuses to let Jesus just pass on by. തന്നെ വിട്ട് അതേ യേശു കടന്നു പോകുവാൻ ബർത്തിമായി അനുവദിക്കയില്ല. ആമേൻ. യേശുവിനെ പിടിച്ചു നിർത്താൻ അവൻ ആഗ്രഹിച്ചു. Perhaps Bartimaeus was thinking, pass me not, O gentle Savior. കഴിഞ്ഞ കാലത്തെ ഈ കർത്താവിന്റെ പ്രവൃത്തിയെ കുറിച്ച് അവൻ ചിന്തിക്കായിരിക്കാം. Hear my humble cry while thou art calling others, do not pass me by. അതേ, ആ മനോഹരമായ പാട്ടുണ്ടല്ലോ, മറ്റുള്ളവരെ സന്ദർശിക്കുമ്പോൾ പോകല്ലേ കടന്നെ നാഥ. I came to announce to somebody tonight who needs a healing in your body. ഇന്ന് രാത്രി ഒരു പക്ഷേ ശരീരത്തിൽ സൗഖ്യം വേണ്ട ചിലരിവിടെയുണ്ട്. I came to announce to somebody who needs a miracle back at your house. ഇന്ന് രാത്രി നിങ്ങളുടെ കുടുംബത്തിൽ ഒരത്ഭുതം പ്രതീക്ഷിക്കുന്ന ചിലരിവിടെയുണ്ട്. Whatever be your problem, നിങ്ങളുടെ പ്രശ്നം എന്തുമാകട്ടെ, whatever be the condition, നിങ്ങളുടെ പരിശോധന, whatever be the situation, നിങ്ങളുടെ സാഹചര്യം എന്തുമാകട്ടെ, we serve a Christ നാം സേവിക്കുന്ന ഒരു ക്രിസ്തുവുണ്ട് who has power over your problems. സകല പ്രതിസന്ധികളുടെ മേലും ശക്തിയുള്ള ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. I said Jesus has power over every problem. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളുടെ മീതെയും ശക്തിയുള്ള ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. Bring him your problems, he has your solution. അതെ, നിന്റെ പ്രശ്നം അവന്റെ അടുക്കൽ കൊണ്ടുവരൂ, പരിഹാരം അവന്റെ പക്കൽ. Bring him your burdens, he has your blessings. നിങ്ങളുടെ ഭാരങ്ങൾ അവന്റെ അടുക്കൽ കൊണ്ടുവരൂ, നിന്റെ അനുഗ്രഹം അവന്റെ പക്കലുണ്ട്. Bring him your sin, he has your salvation. അതെ, നിന്റെ പാപം അവന്റെ അടുക്കൽ കൊണ്ടുവരൂ, നിന്റെ രക്ഷ അവന്റെ പക്കലുണ്ട്. But Bartimaeus had one day. എന്നാൽ ബർത്തിമായിക്ക് ഒറ്റ ഒരു അവസരം മാത്രം. This grand moment. ഏറ്റവും ശ്രേഷ്ഠമായ ഈ നിമിഷം. Whatever had happened in his life before now, ഇതിനു മുൻപ് എന്തൊക്കെ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ അതിന് പ്രാധാന്യതയില്ല. it did not even matter. അതിനൊരു പ്രാധാന്യവുമില്ല. One encounter with Jesus. യേശുവുമായിട്ടുള്ള ഒരേക ഏറ്റുമുട്ടൽ, അതാണ് പ്രധാനം. One encounter with Christ will wipe away all of your past. യേശുവിനെ ഏക സന്ദർഭത്തിൽ നീ സന്ധിച്ചാൽ നിന്റെ സകല വിഷയങ്ങളും അട്ടിമറിക്കപ്പെടും. Bartimaeus had been blind all of his life. അവന്റെ ജീവിതകാലം മുഴുവൻ അവൻ കുരുടനായിരുന്നു. We are told he is the son of Timaeus. അവൻ തീമായുടെ മകനാണ്. Why do we need to know who his father was? അവന്റെ അപ്പന്റെ പേര് എന്തിനാ നമ്മൾ അറിയുന്നത്? Perhaps it is to remind us that all of us have a problem that came from our father. ഒരു പക്ഷേ ഒരു സത്യത്തിലേക്ക് വിരൽ ചൂണ്ടാനാ നമ്മുടെ എല്ലാ പ്രശ്നത്തിനും കാരണം ഒരു അപ്പനുണ്ട് അവിടെ. We are brought into this world as sons and daughters of Adam. ആദമിന്റെ മക്കളായിട്ട് നാം ജനിച്ചത് കൊണ്ടാണ് പ്രശ്നങ്ങളുടെ കൂമ്പാരങ്ങളിൽ നാം ജനിച്ചു വീണത്. We were born in sin and shapen in iniquity. ഹല്ലേലൂയ. നാം അകൃത്യത്തിൽ ഉരുവായി
sinned and come short of the glory of God.